പിന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല പേർലി എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ക്യാരക്ടർ പെട്ടെന്ന് സ്വിച്ച് ചെയ്യും. അത് അവളുടെ സ്വഭാവമാണെന്ന് തോന്നുന്നു. അവൾ തന്നെ പറഞ്ഞല്ലോ അവൾക്ക് കുറെ മുഖങ്ങൾ ഉണ്ടെന്ന്. സാറിനെ പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാദികൾ കൊണ്ട് നടക്കരുത്. എന്ത് ചെയ്യാനാ, കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ കരുതിയാ. സാറ് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടും. പളി മാനിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ വീട്ടിൽ പുറത്ത് എനിക്ക് കുറച്ച് നന്നായിട്ട് അറിയാവുന്ന കുട്ടിയായിരുന്നു ബാക്കിയുള്ളവരിൽ വെച്ച്. പക്ഷെ എനിക്ക് പുറത്തറിയാവുന്ന കുട്ടിയെ ഞാൻ വീട്ടിൽ കണ്ടില്ല. അതാണ് ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. ഈ ഡീപ്പ് ഡാൻസിലൊക്കെ ഭയങ്കര ചിരിച്ച് കളിച്ച് എല്ലാവരും എൻകറേജ് ചെയ്ത് എൻറ്റർടൈൻ ചെയ്ത് നടക്കുന്ന ഒരു കുട്ടി. പക്ഷെ വീട്ടിൽ വന്നപ്പം പേർലിനെ കാണുമ്പോൾ ഫുൾ ടൈം കരച്ചില് മമ്മി എന്നൊക്കെ പറഞ്ഞ ആദ്യത്തെ കുറച്ച് ആൾ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. എന്താ ഉറക്കം വരുന്നു. ഇടങ്കോലിടാനും ഏഷണി കൂട്ടാനും ഇവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇറ്റ്സ് എ കോംപ്ലിമെന്റ് മാൻ. ഇത്രയും ഇമോഷണലി വീക്കായ ഒരു കുട്ടിയാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പം ആരു ശ്രീനീഷ ആയിട്ടുള്ള ഒരു അഫെയർ എന്ന് പറഞ്ഞൊരു സാധനം അതിൽ അലേട്ടനെ മൂന്നി പറഞ്ഞപ്പോഴാണ് കല്യാണം കഴിക്കണമെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞത്. അത് എനിക്ക് കുറച്ച് കോമഡി ആയി തോന്നി. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. അവന്റെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, വെറും കൺട്രിയാണോ. ആ ഒരു വീട്ടിൽ പ്രണയിക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ, ഇറ്റ്സ് നോട്ട് ഈസി ബിക്കോസ് യു നോ ക്ലോസ് ഡോറിൽ നമ്മുടെ കുടുംബം നമുക്ക് ലവ് എന്ന് പറഞ്ഞൊരു കാര്യം ആ വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഇമോഷൻസും യൂസ്ഡ് അല്ല, എസ്പെഷ്യലി ലവ്. നീ ഇങ്ങനത്തെ ആളാണല്ലേ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ആ വീട്ടിൽ. അവിടെ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുകയല്ലേ. അപ്പം നാച്ചുറലി ആ ഒരു ബിൽട്ടപ്പ് ഇമോഷൻസ് അവിടെയുള്ള ആരുടെയെങ്കിലും മോമയത്തിൽ നമ്മൾ ചിലപ്പോൾ ഫോക്കസ് ചെയ്യായിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു വലിയ തീരുമാനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എടുക്കണം. സോ ഐ ഫൗണ്ട് ദാറ്റ് വെരി ഇമ്മച്യൂർ. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാള്. അത് കാരണം അന്ന് രഞ്ജിനി ഹരിദാസിന് കിട്ടിയ സൈബർ അറ്റാക്ക്, ഹോ എന്റെ മക്കളെ. ഞാൻ അന്ന് വന്ന ചില കമന്റുകളൊന്ന് വായിച്ചുതരാം. രഞ്ജിനി ഈസ് ട്രൈങ് ടു ഡാമേജ് പേർലി, ഹേറ്റ് യു രഞ്ജിനി. ഇത് കണ്ട് കളയരുത്, ഫൈനലിൽ എത്താൻ പറ്റാത്ത ഒരാളുടെ ദുഃഖമാണ്. അത്രയ്ക്കും എളിമയാണ്. എളിമ കൊണ്ട് മാത്രം നാട്ടുകാർ മുഴുവൻ എളിമേട്ട എന്നാ വിളിക്കണേ. എന്തൊരു ജന്മമാണ്. ഷോ കുശുമ്പ് ഒട്ടുമില്ല അല്ലേ. ഈ രീതിയിൽ ഒരുപാട് സൈബർ അറ്റാക്ക് അന്ന് ഈ രഞ്ജിനി ഹരിദാസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി കുറച്ചു കാലം എയറിലായിരുന്നു അന്ന്. പക്ഷെ ഇപ്പൊ നോക്കുന്ന സമയത്ത് നേരെ തിരിച്ചായി കാര്യങ്ങൾ. അന്ന് രഞ്ജിനി പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എന്നുള്ള രീതിയിലായി ഇപ്പൊ ആളുകളുടെ സംസാരം. അന്ന് രഞ്ജിനി പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എന്നുള്ള രീതിയിലായി ഇപ്പൊ ആളുകളുടെ സംസാരം. അന്ന് രഞ്ജിനി ഫേക്ക് ആണെന്നും പേളിയാണ് ജെന്യൂൻ എന്നും പറഞ്ഞ ആളുകൾ ഇപ്പൊ തിരുത്തി പറയാൻ തുടങ്ങി. പേളി ഫേക്ക് ആണെന്നും രഞ്ജിനി ജെന്യൂൻ ആണെന്നും പറയാൻ തുടങ്ങി. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ശിവനേ, ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.